പണത്തിനും സ്ഥാനമാനങ്ങൾക്കും അപ്പുറം വിലയുള്ള ചിലതൊക്കെ കൂടിയുണ്ട് ഈ ലോകത്തുനിന്ന് ഈസ്റ്റ് ബംഗാളിന്റെ പരിശീലകനായിരുന്ന ഓസ്കാർ ബുസോൺ ഒരിക്കൽ കൂടി തെളിയിച്ചു. ജയൻ കില്ലർ എന്ന വിളിപ്പേരുമായിട്ട് ഇന്ത്യൻ മണ്ണിലേക്ക് വന്ന അദ്ദേഹം തന്റെ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ചു. നീണ്ട 22 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഈസ്റ്റ് ബംഗാളിന് ബദ്ധവൈരികളുടെ കഴുത്തറുത്തുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ കിരീട വരൾച്ച അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കീഴിൽ കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിനെ ഇവിടെ പിടിച്ചു നിർത്താൻ ഈസ്റ്റ് ബംഗാളിന്റെ മാനേജ്മെന്റ് ശ്രമിച്ചു. അദ്ദേഹത്തിന് കീഴിൽ തന്നെ കുറച്ചുകൂടി വിശാലമായ ഒരു ടീമിനെ, ഒരു സാമ്രാജ്യത്തിനെ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെ അധികൃതരുടെ ലക്ഷ്യം. പക്ഷേ അവർ കൊടുത്ത ഓഫർ സ്വീകരിക്കാൻ ഓസ്കാർ ബുസോൺ തയ്യാറല്ല. അദ്ദേഹം തന്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കൂടെ ഒരു സന്ദേശം ആരാധകർക്കായി പങ്കുവച്ചു. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു തീരുമാനമാണ് എനിക്ക് ഇപ്പോൾ എടുക്കേണ്ടി വന്നത്. ഒരിക്കലും എളുപ്പമായിരുന്നില്ല ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുക എന്നുള്ളത്. ഈസ്റ്റ് ബംഗാളിന്റെ മാനേജ്മെന്റ് എന്നോട് കാണിച്ച വിശ്വാസത്തിന് എനിക്ക് നിങ്ങളോട് നന്ദിയും കടപ്പാടുമുണ്ട്. പക്ഷേ വളരെ വിഷമത്തോടുകൂടി തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടുതൽ വെല്ലുവിളികൾ തേടാൻ, കൂടുതൽ മേച്ചിൽപ്പുറങ്ങൾ തേടാൻ, പുതിയ വാതായനങ്ങൾ തേടാൻ എന്ന് പുള്ളി പറയുമ്പോൾ ഈസ്റ്റ് ബംഗാളിന്റെ മാനേജ്മെന്റ് തന്നയ്ക്ക് മുന്നിൽ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫർ വെച്ചിട്ടുണ്ട് എന്ന് പുള്ളി ക്രിസ്റ്റൽ ക്ലിയർ ആക്കുന്നു. തനിക്കത് സ്വീകരിക്കാൻ താല്പര്യമില്ല എന്നും ഓസ്കാർ ബുസോൺ വ്യക്തമാക്കി.